ദാരിദ്ര്യത്തിൽ ജനിച്ചവർ എങ്ങനെ കോടീശ്വരന്മാരായി? അവരുടെ വേഷം, അവരുടെ രീതി, അവരുടെ നടത്ത, കൈയൊക്കെ ഇങ്ങനെ അകറ്റിയുള്ള ഒരു നടത്ത, ഷർട്ടൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, ഇതൊക്കെ എവിടെ വന്നു? ഇതിനൊന്നും അംഗീകാരം കൊടുക്കരുത്. ഇതെല്ലാം പിണറായി എന്നെ വളർത്തിയെന്നാണ് പിണറായി പറയുന്നത്. അന്ന് പിണറായി എന്ന് ഈ തിരുവിതാംകൂറിൽ അറിയത്ത് പോലുമില്ല. പിണറായി 1967 പിണറായി വിജയൻ എന്ന ഒരാളെ ഈ തിരുവിതാംകൂറിൽ ആരും കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. അദ്ദേഹം മലബാറിൽ തലശ്ശേരിയിൽ മാത്രം നിന്നൊരു കാലമാണ്. എൻ്റെ അനുജൻ രക്തസാക്ഷിയായി, അത് ഞാൻ മറന്നുപോയി എന്നാണ് പറയുക. ഭുവനേശ്വരൻ എന്ന രക്തസാക്ഷിക്ക് വേണ്ടി കേസ് നടത്താൻ 10 പൈസ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ളവർ തന്നിട്ടില്ല. ആഞ്ഞലി മരം വിറ്റാണ് ഞങ്ങൾ ആ കേസ് നടത്തിയത്. ആ സംഭവത്തിലേക്ക് നയിച്ചതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഗൂഢാലോചനയൊന്നും ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ തവണ എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ മാറിയിരുന്നു. ഞാൻ മത്സരിച്ച 50,000 കൊണ്ട് കഴിഞ്ഞ തവണ ജയിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ മാറും, നമ്മൾ പാർട്ടി അച്ചടക്കം പാലിച്ചു. പാർട്ടി നിന്നപ്പോൾ ഞാനിപ്പോൾ സ്വന്തം, എൻ്റെ തലയിൽ ഭാരമില്ല. ഇപ്പോൾ മഹാകവി ടാഗോർ നോബൽ സമ്മാനം കിട്ടിയ ഗീതാഞ്ജലിയിലെ ഷാൻസയെ പറയുന്നത് പോലെ മൈൻഡ് ഈസ് ഫ്രീ, എവിടെ മനസ്സ് സ്വതന്ത്രമായിരിക്കും. നമസ്കാരം. ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവെ, അങ്ങേക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ ജി സുധാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും CPM-നെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് അമ്പലപ്പുഴയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. 1967 15-ാമത്തെ വയസ്സിൽ പാർട്ടിയിൽ വന്നയാളാണ് ജി സുധാകരൻ. അന്ന് പിണറായി വിജയനെ തിരുവിതാംകൂറിൽ ഒരു മനുഷ്യൻ പോലും അറിയില്ല. ഇന്നിപ്പോൾ പിണറായി വിജയൻ പറയുന്നു ജി സുധാകരൻ എന്ന നേതാവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആണാക്കി വളർത്തിയെടുത്തത് പിണറായി വിജയനാണ് എന്നാണ് പറയുന്നത്. തന്നെ വളർത്തിയെടുത്തത് തന്റെ പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളാണ് എന്നാണ് ജി സുധാകരൻ പിണറായി വിജയന്റെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. 1967 15 വയസ്സിൽ പാർട്ടിയിൽ വന്ന താൻ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൃത്യമായി തന്നെ പാർട്ടിയെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു തന്നെയാണ് പാർട്ടിയിൽ വളർന്ന് വലുതായത്. കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളുടെ നേതാക്കളോ മാഫിയ സംഘത്തിന്റെ തലവന്മാരോ അല്ല തന്നെ വളർത്തിയത് എന്ന് പിണറായി വിജയനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ജി സുധാകരൻ ആഞ്ഞടിച്ചത്. ഇതുവരെയും CPM-ന്റെ പുത്തൻകൂറ്റ് നേതാക്കൾക്കെതിരെ, അവരുടെ നയവൈകല്യങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുന്ന അവസരങ്ങളിൽ ഒന്നും തന്നെ പിണറായി വിജയൻ എന്ന CPM-ന്റെ നേതാവിനെ കുറിച്ച് ജി സുധാകരൻ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അഥവാ പിണറായി വിജയൻ എന്ന നേതാവിനെ കുറിച്ച് മറുത്ത് മറ്റെന്തെങ്കിലും ഒരു അഭിപ്രായം ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അമ്പലപ്പുഴയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ സുധാകരൻ പിണറായി വിജയന് തന്നെ നേരെ എതിരിഞ്ഞ് സംസാരിക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ അത്തരം രൂക്ഷമായ വാക്കുകളിലൂടെ തന്നെയാണ് പിണറായി വിജയനെതിരെ ജി സുധാകരൻ ചില പരാമർശങ്ങൾ ഉയർത്തിയത്. ഞാൻ പാർട്ടിയിൽ വരുന്ന സമയത്തും പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്തും തിരുവിതാംകൂറിൽ പിണറായി വിജയൻ എന്നൊരു നേതാവിനെ കുറിച്ച് ആർക്കും അറിയില്ല. പിണറായി വിജയൻ അന്ന് CPM-ൽ ആരുമായിരുന്നില്ല. താൻ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ മാർക്സിസത്തെക്കുറിച്ചോ ലെനിനിസത്തെക്കുറിച്ചോ എംഗലിസത്തെക്കുറിച്ചോ തനിക്ക് കാര്യമായി ഒന്നും അറിയില്ലായിരുന്നു. 15 വയസ്സ് മാത്രമായിരുന്നു അന്ന് തനിക്ക് ഉണ്ടായിരുന്ന പ്രായം. എന്നാൽ താൻ സ്കൂളുകളിൽ കൃത്യമായി തന്നെ ഉപന്യാസ മത്സരത്തിലും പ്രസംഗ മത്സരത്തിലും എല്ലാം മികവ് പുലർത്തിയിട്ടുണ്ടായിരുന്നു, വായനാശീലമുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാവാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം എന്ന് പറയുന്ന ആലപ്പുഴയിൽ തന്നെ പാർട്ടിക്കാർ കണ്ടെത്തിയതും തനിക്ക് മെമ്പർഷിപ്പ് നൽകിയതും എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. അവിടെ നിന്നിങ്ങോട്ട് തന്റെ ജീവനും ജീവിത അഭിപ്രായവുമെല്ലാം പാർട്ടി തന്നെയായിരുന്നു. ജീവന് തുല്യം തന്നെയാണ് താൻ പാർട്ടിയെ സ്നേഹിച്ചിരുന്നത്. അടിസ്ഥാന വർഗത്തിന്റെ, അടിയാള വർഗത്തിന്റെ, അധസ്ഥിത വർഗത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി തന്നെയാണ് ഈ പാർട്ടി നിലകൊള്ളേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് അന്നും ഇന്നും തനിക്കുള്ളത് എന്നാണ് ജി സുധാകരൻ വ്യക്തമാക്കിയത്. എന്നാൽ ഇന്നിപ്പോൾ കമ്മ്യൂണിസം എന്താ എന്നറിയാത്ത ആളുകൾ, മാർക്സിസം എന്തെന്ന് അറിയാത്ത ആളുകളാണ് ഇപ്പോൾ തനിക്കെതിരെ പടവാളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. വിജയരാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ തനിക്കെതിരെ തിരിയുമ്പോൾ എന്താണ് മാർക്സിസം എന്നുള്ളത് അവരൊന്ന് കൃത്യമായി മനസ്സിലാക്കണം. താൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തലതിരിച്ചു വായിച്ച് പഠിച്ചതിന്റെ കുഴപ്പമാണ് തനിക്കുള്ളത് എന്ന് വിജയരാഘവൻ ഉന്നയിക്കുമ്പോൾ വിജയരാഘവനെ പരാജിത രാഘവൻ എന്നാണ് തനിക്ക് വിളിക്കാൻ താല്പര്യം എന്നുകൂടി ജി സുധാകരൻ പറയുന്നു. MV ഗോവിന്ദനും വിജയരാഘവനുമെല്ലാം ആലപ്പുഴയിലോ അമ്പലപ്പുഴയിലോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രസംഗിക്കണം എന്നാണ് തന്റെ അഭിപ്രായം എന്നാണ് ജി സുധാകരൻ വ്യക്തമാക്കിയത്. കാരണം ഇവരാരെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പ്രസംഗിക്കുകയാണെങ്കിൽ ഓരോ പ്രസംഗ പരിപാടികൾ കഴിയുമ്പോഴും തനിക്ക് 100 വോട്ടുകൾ വീതം കൂടുതൽ കിട്ടും എന്നാണ് ജി സുധാകരൻ പരിഹാസദ്യോതകമായി പറഞ്ഞത്. ഇന്നിപ്പോൾ പിണറായി വിജയന് നേരെ തന്നെയാണ് ജി സുധാകരൻ വിരലുയർത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. കേരളത്തിലെ 140 മണ്ഡലങ്ങൾ നഷ്ടമായാലും
അഥവാ 140 മണ്ഡലങ്ങളിൽ 139 മണ്ഡലം നഷ്ടമായാലും അമ്പലപ്പുഴ നഷ്ടമാകാൻ പാടില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 139 മണ്ഡലത്തിൽ ജയിച്ച് അധികാരം പിടിച്ച് വീണ്ടും തുടർ ഭരണത്തിൽ വന്നാലും അമ്പലപ്പുഴ നഷ്ടമായി കഴിഞ്ഞാൽ അതായിരിക്കും തങ്ങളുടെ പരാജയം എന്നാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും അമ്പലപ്പുഴയിലും ആലപ്പുഴയിലുമുള്ള കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളിൽ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജി സുധാകരനെ അവരെത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് പിണറായിയുടെയും എം വി ഗോവിന്ദന്റെയും എല്ലാം ഈ അങ്കലാപ്പ് എന്നാണ് ജി സുധാകരൻ വ്യക്തമാക്കിയത്. എന്നാൽ 139 മണ്ഡലങ്ങളിൽ നഷ്ടമായാലും അമ്പലപ്പുഴ തിരിച്ചു പിടിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ ഇവരുടെ 3.0 തുടർഭരണം എന്നുള്ള സ്വപ്നത്തിന് എന്താണ് അടിസ്ഥാനം എന്നുകൂടി ജി സുധാകരൻ വ്യക്തമാക്കുന്നു. പറയുന്ന കാര്യങ്ങളല്ല പ്രവർത്തിക്കുന്നത്, പ്രവർത്തിക്കുന്ന കാര്യങ്ങളല്ല പ്രവർത്തിക്കുന്നത്. പ്രവൃത്തിയും സംസാരവും തമ്മിൽ, ചിന്തയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് തന്നെയാണ് ഇവരുടെ അടിസ്ഥാന പ്രശ്നം എന്നുകൂടി സുധാകരൻ വ്യക്തമാക്കുന്നു. കമ്മ്യൂണിസത്തെക്കുറിച്ചോ ലെനിനിസത്തെക്കുറിച്ചോ മാർക്സിസത്തെക്കുറിച്ചോ കാര്യമായ യാതൊരു തരത്തിലുള്ള പഠനമോ അവഗാഹമോ ഇല്ലാത്ത നേതാക്കന്മാർ തന്നെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ CPM-നെ ഇത്രയും വലിയ അപജയത്തിന്റെ പടുകുഴിയിൽ തള്ളിവിട്ടത്. പുത്തൻകൂറ്റ് നേതാക്കന്മാരുടെ വിവരമില്ലായ്മ തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് ജി സുധാകരൻ തുറന്നടിക്കുന്നു. ജി സുധാകരൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെയും CPM-ന്റെ പുത്തൻകൂറ്റ് നേതാക്കൾക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ദാരിദ്ര്യത്തിൽ ജനിച്ചവർ എങ്ങനെ കോടീശ്വരന്മാരായി? അവരുടെ വേഷം, അവരുടെ രീതി, അവരുടെ നടത്ത, കൈയൊക്കെ ഇങ്ങനെ അകറ്റിയുള്ള ഒരു നടത്ത, ഷർട്ടൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, ഇതൊക്കെ എവിടെ വന്നു? ഇതിനൊന്നും അംഗീകാരം കൊടുക്കരുത്. CPM-നകത്ത് 63 വർഷം ഞാൻ പ്രവർത്തിച്ചത് ശരിയാണ്. ആദ്യത്തെ വർഷം അവിഭക്ത പാർട്ടിയായിരുന്നു 63-ൽ. അന്നാണ് പാർട്ടി ചേരുന്നത്. 15 വയസ്സേ ഉള്ളെന്ന്. വള്ളികുന്ന് ഹൈസ്കൂളിൽ ഞാൻ പ്രസംഗത്തിനും ഉപന്യാസത്തിനും ഒക്കെ വളരെ മിടുക്കനായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പിടിച്ച് എന്നെ 15-ാം വയസ്സിൽ 18 വയസ്സിലേ ചേരാൻ പറ്റുള്ളൂ പാർട്ടി മെമ്പറാക്കി. അന്നെനിക്ക് പാർട്ടിയെ പറ്റി കൂടുതലൊന്നും അറിയില്ല. വല്ല SM കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി SFIയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇതെല്ലാം പിണറായി എന്നെ വളർത്തിയെന്നാണ് പിണറായി പറയുന്നത്. അന്ന് പിണറായി എന്ന് ഈ തിരുവിതാംകൂറിൽ അറിയത്ത പോലുമില്ല. പിണറായി 1967 പിണറായി വിജയൻ എന്ന ഒരാളെ ഈ തിരുവിതാംകൂറിൽ ആരും കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. അദ്ദേഹം മലബാറിൽ തലശ്ശേരിയിൽ മാത്രം നിന്ന ഒരു കാലമാണ്. അദ്ദേഹം എല്ലാത്തിനും രക്ഷകത്വത്തെ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ പോരാടിയാണ് മത്സരിച്ച് വന്നത്. എൻ്റെ അനുജൻ രക്തസാക്ഷിയായി. അത് ഞാൻ മറന്നുപോയി എന്നാണ് പറയുക. ഭുവനേശ്വരൻ എന്ന രക്തസാക്ഷിക്ക് വേണ്ടി കേസ് നടത്താൻ 10 പൈസ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ളവർ തന്നിട്ടില്ല. ആഞ്ഞിലിമരം വിറ്റാണ് ഞങ്ങൾ ആ കേസ് നടത്തിയത്. ആ സംഭവത്തിലേക്ക് നയിച്ചതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഗൂഢാലോചനയൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് അതിൽ പങ്കെടുത്ത ഒരാളോടും കോൺഗ്രസിലില്ല. ഇന്ന് ഒരാൾ പോലും ഇന്നത്തെ UDF-ലില്ല. ഇതൊക്കെ എടുത്ത് പറയുകയാണ് അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ 2400 പേരെ കൊലപ്പെടുത്തിയ പശ്ചിമ ബംഗാളിൽ നിങ്ങൾ ആരുമായിട്ടാണ് കൂട്ടുകൂടിയത്? അവരാരും ഇപ്പം ഇല്ല. ഇതൊന്നുമല്ല ചരിത്രം. ചരിത്രം മാറി. ഇന്ത്യ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വർഗീയശക്തികൾ പിടിമുറുക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സെക്യുലർ ഫോഴ്സുമായി കൂട്ടുചേരണമെന്നുള്ളത് മാർക്സ് പോലും അംഗീകരിച്ചിട്ടുള്ളതാണ്. മാർക്സിനെ അറിയാത്ത മാർക്സിസ്റ്റുകാരാണ് ഇവിടെയുള്ളത്. എംഗൽസിനെ വായിക്കാത്ത മാർക്സിസ്റ്റുകാരാണ് ഇവിടെയുള്ളത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തലതിരിച്ചാണ് വായിച്ചതെന്നാണ് വിജയരാഘവൻ പറയുന്നത്. ഞാൻ അയാളെ പരാജയരാഘവൻ എന്നാണ് വിളിക്കുന്ന. കാരണം 1.5 ലക്ഷത്തിനാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ തോറ്റത്. 1.5 ലക്ഷം കൊണ്ട് തോറ്റു. അയാൾ എവിടെ വന്ന് പ്രസംഗിച്ചോ അവിടെ LDF തോക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ വാഗ്വിലാസം. വിജയരാഘവനാണ് വാഗ്വിലാസം. അപ്പോൾ ഇവിടെ ഈ ജില്ലയിൽ കോൺഗ്രസ് പ്രത്യേകിച്ച് UDF പൊതുവിൽ, മുസ്ലിം ലീഗും കോൺഗ്രസും പ്രത്യേകിച്ച് UDF പൊതുവിൽ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയാൽ 2 or 1 സീറ്റിലായി LDF ചുരുങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് അവിടെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു പാർട്ടിക്കും ഇവിടെ സ്ഥിരം സീറ്റില്ല. സ്ഥിരമായി ഇവിടെ ജയിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ കഴിയില്ല. ആ കാലമൊക്കെ പോയി. എല്ലാവരും മാറി അമ്പലപ്പുഴ തന്നെ VS ജയിച്ചു തോറ്റു, ചന്ദ്രനാഥൻ ജയിച്ചു തോറ്റു, സദാശിവൻ ജയിച്ചു തോറ്റു. 124 വോട്ടിന് ഞാൻ ദിനകരനോട് തോറ്റതാണ് പണ്ട് അവിടെ. ഇപ്പം ഞാൻ 3 തവണ തുടർച്ചയായിട്ട് 12,000, 17,000, 23,000 ജയിച്ചു. കഴിഞ്ഞ തവണ എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ മാറിയിരുന്നു. ഞാൻ മത്സരിച്ച 50,000 വോട്ട് കഴിഞ്ഞ അവിടെ ജയിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ മാറുന്നത്, നമ്മൾ പാർട്ടി അച്ചടക്കം പാലിച്ചു. പാർട്ടി നിന്നപ്പോൾ ഞാനിപ്പോൾ സ്വന്തം, എൻ്റെ തലയിൽ ഭാരമില്ല. ഇപ്പോൾ മഹാകവി ടാഗോർ നോബൽ സമ്മാനം കിട്ടിയ ഗീതാഞ്ജലിയിലെ ഒരു സ്റ്റാൻസയിൽ പറയുന്നത് പോലെ, വേർ ദ മൈൻഡ് ഈസ് ഫ്രീ, എവിടെ മനസ്സ് സ്വതന്ത്രമായിരിക്കുന്നു